അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ അസാധാരണ ദൈർഘ്യമാണ് പഠിച്ചത്. അസാധാരണ ദൈർഘ്യത്തിലെ ഒന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? മദ് മുത്തസിലാണ് അല്ലേ? മുത്തസിൽ. പിന്നെ രണ്ടാമത്തത് നമ്മൾ പഠിച്ചു മുൻഫസിലാണ്. ഓക്കെ, മുൻഫസിൽ അല്ലേ? നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മുത്തസിൽ നിർബന്ധമായിട്ടും 4 അതുപോലെ തന്നെ 5 6 അനക്കം നീട്ടണം അല്ലേ? നിർബന്ധമായിട്ടും 4 5 6 അനക്കം നിർബന്ധമായിട്ടും നീട്ടണം. മുൻഫസിലാണെങ്കിലോ 2 മുതൽ 4 വരെ നീട്ടാം. 2ഉം നീട്ടാം 4ഉം നീട്ടാം. ഇതിൻ്റെ ഇടയിൽ 3 ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി പിന്നെ അസാധാരണ ദൈർഘ്യം നമ്മൾ 5 എണ്ണാണെന്ന് പറഞ്ഞു. അത് 2 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ബാക്കി 2 എണ്ണമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ മദ് ലാസിം മൂന്നാമത്തത് പറയുന്നത് എന്താണ്? മദ് ലാസിമാണ്. ഓക്കെ, ലാസിം. ഓക്കെ, എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? അറബിക്കിൽ എഴുതുമ്പോൾ ലാസിം. ഓക്കെ, മദ് ലാസിമാണ്. മദ് ലാസിം എന്താണെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. മദ്ദക്ഷരത്തിന് ശേഷം, മദ്ദക്ഷരം ഏതാ നമുക്കറിയാം. അലിഫ്, വാവ്, യാ, ഇതാണ് 3 മദ്ദക്ഷരങ്ങൾ. ഈ മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ സുക്കൂൻ എന്തുണ്ടാവുക? പുതുതായി ഉണ്ടാവുക. സുക്കൂൻ നിർബന്ധമായി വരിക. ഓക്കെ, അതേ പദത്തിൽ തന്നെ സുക്കൂൻ എന്ത് ചെയ്യുക? സുക്കൂൻ നിർബന്ധമായിട്ട് വരിക. ഓക്കെ, മദ്ദക്ഷരത്തിന് ശേഷം, ഈ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം അതേ പദത്തിൽ സുക്കൂന് നിർബന്ധമായി വരുമ്പോൾ ഉണ്ടാവുന്ന ദൈർഘ്യം, ഉണ്ടാവേണ്ട നീട്ടലിനെയാണ് എന്ത് പറയുന്നത്? മദ് ലാസിം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ നമ്മൾ പഠിച്ച ക്ലാസ്സിൽ മദ് ലാസിം ഉണ്ട്. ഓക്കെ, ഉദാഹരണം നമുക്ക് നോക്കി നോക്കാം. എവിടെയാണ് മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഇവിടെ മദ്ദക്ഷരം വന്നു. മദ്ദക്ഷരം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇനി അതിന് ശേഷം വരുന്ന അക്ഷരം നോക്കാം കേട്ടോ. ഇപ്പം ഇവിടെ മദ്ദക്ഷരം ഇവിടെ വന്നു. അതിനുശേഷം സുക്കൂന് വരിക എന്നാണ് പറഞ്ഞത്. ഇവിടെ സുക്കൂന് കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഹാലുകൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഷദ്ദുൽ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സുക്കൂനുള്ള അക്ഷരം ഹ പ്ലസ് ഹ, ഇതാണ് എന്ത്? ഹ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു സുക്കൂനുണ്ട്, നമുക്ക് കാണുന്നില്ല, പക്ഷെ അവിടെ ഒരു സുക്കൂനുണ്ട്. അപ്പൊ ഷദ്ദുള്ള അക്ഷരം എന്ന് പറയുമ്പോൾ അതിലൊരു സുക്കൂൻ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഈ സുക്കൂൻ വന്നത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും 6 അനക്കം നീട്ടണം. 6 അനക്കം നിർബന്ധമായും നീട്ടണം. ഓക്കെ, സ്വാഹ. ഓക്കെ, 6 അനക്കം നിർബന്ധമായും നീട്ടണം. അപ്പൊ ഇതിന്റെ നോട്ട് ഒന്ന് എഴുതി നോക്കുക. ഇങ്ങനെ എഴുതുക: മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ സുക്കൂൻ നിർബന്ധമായി വരുന്നതിനാലുണ്ടാകുന്ന മദ്ദിനാണ് മദ് ലാസിം എന്ന് പറയുന്നത്. ഓക്കെ, അതങ്ങനെ തന്നെ എഴുതി വെക്കുക കേട്ടോ. മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ സുക്കൂൻ നിർബന്ധമായി വരിക. ഓക്കെ, നിർബന്ധമായി വരുന്നത് കൊണ്ടുള്ള മദ്ദിനെയാണ് എന്ത് പറയുന്നത്? മദ് ലാസിം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മദ്ദിന്റെ പേരെന്തായിരുന്നു? മദ് ലാസിം ആണ് കേട്ടോ. ലാസിം. ഓക്കെ, ഇത് എഴുതി വെക്കുക കേട്ടോ. ഇനി 4ാമത്തെ മദ്ദിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 4ാമത്തെ മദ്ദിന്റെ പേരാണ്
അൽ മദ് ലീനാണ്. ഓക്കെ, മദ് ലീൻ. ലീൻ. ഓക്കെ, മദ് ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ് ലീൻ മലയാളത്തിൽ ഇങ്ങനെ എഴുതുക കേട്ടോ, മദ് ലീൻ. ഓക്കെ, മദ് ലീൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫത്ഹുള്ള ഒരക്ഷരം, ഫത്ഹുള്ള ഒരക്ഷരം. ഇപ്പോൾ ഫത്ഹുള്ള ഒരക്ഷരം വന്നു, അതിനുശേഷം സുക്കൂനുള്ള യാ ഓ വാവോ വരിക. ഓക്കെ, സുക്കൂനുള്ള യാ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാവ് ആയിക്കോട്ടെ, ഇതിലേതും ആയിക്കോട്ടെ. ഫത്ഹുള്ള ഒരക്ഷരം ഞാൻ ഉദാഹരണത്തിനാണ് ഇവിടെ താന്ന് എഴുതിയത് കേട്ടോ, ഉദാഹരണത്തിനാണ് ഞാനിവിടെ താന്ന് എഴുതിയത്. ഇവിടെ താന്ന് തന്നെ ആവണം എന്നില്ല കേട്ടോ, ഏത് ഫത്ഹുള്ള അക്ഷരവും പറ്റും. ഈ ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം ഒന്നില്ലെങ്കിൽ സുക്കൂനുള്ള യാ വരിക, അവിടെ സുക്കൂൻ എഴുതിയിട്ടില്ല അല്ലേ, സുക്കൂനുള്ള യാ വരിക അല്ലെങ്കിൽ സുക്കൂനുള്ള വാവ് വരിക. ഓക്കെ, മദ്ദക്ഷരത്തിന് ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം, ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം ഒന്നില്ലെങ്കിൽ സുക്കൂനുള്ള യാ വരിക അല്ലെങ്കിൽ സുക്കൂനുള്ള വാവ് വരിക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? വഖഫിന് വേണ്ടിയിട്ട്, വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർത്താണ്. നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? തൊട്ടടുത്ത ഒരു അക്ഷരത്തിൽ പുതിയൊരു സുക്കൂനും കൂടെ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതിനൊരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഖുറൈശ്. ഓക്കെ, ഖുറൈശ്. ഇവിടെ ഖുർആനിൽ ഖുറൈശിൻ എന്നാണ് ഉണ്ടാവുക. ഇവിടെ ഖുർആനിൽ എന്താണ്? ഖുറൈശിൻ എന്നുണ്ടാവുക. ഇവിടെ നോക്കൂ, ഇവിടെ ഫത്ഹുള്ള ഒരക്ഷരമുണ്ട്, ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ ഖുറൈശിൻ എന്നാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളവിടെ നിർത്താൻ വേണ്ടിയിട്ട് എന്താണ് പറയുന്നത്? ഖുറൈശ് എന്ന് നിർത്തുകയാണ്, പുതിയൊരു സുക്കൂനെ നമ്മളവിടെ കൊണ്ടുവരികയാണ്. ഖുറൈശിൻ എന്നാണ് ഇവിടെ ഉള്ളത്, പക്ഷെ ഇവിടെ പുതിയൊരു സുക്കൂനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഫത്ഹുള്ള ഒരക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള യാ വന്നു, അതിനുശേഷം നമ്മൾ വഖഫിന് വേണ്ടി ഒരു സുക്കൂന് കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? ഇതിനെ നീട്ടണം, ഖുറൈശ് എന്നാ ഓതുക. ഓക്കെ, ഇവിടെ നീട്ടാനൊന്നും ഇല്ല, നീട്ടാനുള്ള അക്ഷരങ്ങളൊന്നും ഇവിടെ ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഖുറൈശ് രണ്ടനക്കം നീട്ടണം. എത്ര അനക്കാണ് നീട്ടേണ്ടത്? രണ്ടനക്കം നീട്ടണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ നോട്ട് എഴുതുക? ഫത്ഹ ഉള്ള അക്ഷരത്തിന് ശേഷം, ഫത്ഹ പിന്നെ ഉള്ള അക്ഷരത്തിന് ശേഷം, ഫത്ഹ ഉള്ള ഏത് അക്ഷരം ആവാട്ടോ, അക്ഷരത്തിന് ശേഷം സുക്കൂൻ ഉള്ള യാ അല്ലെങ്കിൽ വാവ്. ഓക്കെ, യാ ഓ വാവോ എന്നിവക്ക് ശേഷം വഖഫ് ചെയ്യുന്നതിന് വേണ്ടി, അത്ര എഴുതിയില്ലേ? വഖഫ് ചെയ്യുന്നതിന് വേണ്ടി സുക്കൂൻ പുതുതായി വരുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന മദ്ദിനാണ് മദ് ലീൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് അനക്കമാണ് നീട്ടേണ്ടത്, രണ്ടനക്കം നീട്ടണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നേരത്തെ നോട്ട് പുസ്തകത്തിൽ ഒരു ഇത് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, 5 വര വരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. 1 2 3 4 5 തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് എഴുതിയിരുന്നു? മുത്തസിൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ മുൻഫസിൽ എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു.
ഓക്കെ. ഇനി മൂന്നാമത്തെ വരയിൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? മദ് ലാസിം. അറബി അറിയുന്നവർക്ക് അറബിയിൽ എഴുതാം, ഇല്ലാന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കാം കേട്ടോ. ഇവിടെയോ ഈ നാലാമത്തോടത്ത് എന്താ എഴുതേണ്ടത്? മദ് ലീൻ. ഓക്കെ, ഇത്ര എഴുതുക. ഇനി നമുക്ക് ഒരു അസാധാരണ ദൈർഘ്യം കൂടിയാണ് പഠിക്കാനുള്ളത് കേട്ടോ. അത് അടുത്ത ക്ലാസ്സിലാണ് പറയാം. ഓക്കെ, ഇൻഷാ അല്ലാ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഉടനെ തന്നെ ഗ്രൂപ്പിലൊന്ന് ചോദിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ.